ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ഞങ്ങൾക്ക് പേച്ചുപോയി പഠിച്ചവനെ, എനിക്കും നിന്റെ പെണ്ണുങ്ങൾക്കും പേച്ചുപോയി. റബ്ബനാ വലംനാ അൻഫുസനാ, ഞങ്ങളോട് അതിക്രമം ചെയ്തു പോയി. വഇല്ലം തഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് മാപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ, വതർഹംനാ, ഞങ്ങളോട് കരുണ കാട്ടിയിട്ടില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകുമല്ലോ. ആര് പറഞ്ഞു? സയ്യിദുനാ ആദം, സയ്യിദത്തുനാ ഉമ്മുനാ ഹവ്വാ റളിയല്ലാഹു അൻഹാ വറക്ക പറയി, നമ്മളമ്മല്ലേ സയ്യിദത്തുനാ ഉമ്മുനാ ഹവ്വാ. അല്ലാഹു ദർജ ഏറ്റി കൊടുക്കട്ടെ. അല്ലാഹു മഹദിയായ ഹവ്വാ ബീവിയുടെ ദർജ അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. നമ്മൾ ആദ്യത്തെ ഉമ്മയെ പരലോകത്ത് സന്തോഷത്തോടെ കണ്ടുമുട്ടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ചിന്തിക്കണം. അവരങ്ങനെ പറഞ്ഞു. ഇബ്ലീസോ ഒരട്ട പറഞ്ഞില്ല. ഇബ്ലീസിനുണ്ട് കുട്ടികള്, ഇബ്ലീസിനുണ്ട് പെണ്ണുങ്ങള്, ഇബ്ലീസിന് ഭാര്യമാരുണ്ട്, ഇബ്ലീസിന് മക്കളുണ്ട്. മനുഷ്യൻ തൗബ ചെയ്യുക എന്നാൽ കള്ളുകുടിയെ തൊട്ട് തൗബ ചെയ്താൽ മതിയാവുകയില്ല. അത് വളരെ അപൂർവം ആളുകൾ നടത്തേണ്ട തൗബ കള്ളുകുടിയന്മാർ. എന്നാൽ മനുഷ്യൻ ശുഹ്റത്തിന് വേണ്ടി അവന്റെ നഫ്സ് അവനെ ആഗ്രഹിപ്പിച്ചുകൊണ്ടിരിക്കും. ആ ശുഹ്റത്തിന് വേണ്ടിയുള്ള അവന്റെ ത്വരയിലും അധ്വാനത്തിൽ നിന്നും ഇലാഹി ചിന്തയിലേക്കും ഇലാഹിന്റെ പ്രീതിയിലേക്കും പോകുമ്പോഴാണ് ഈമാൻ എന്ന ഒരു പ്രകാശം അവനിൽ ഉണ്ടാവുക. ഒരു മനുഷ്യൻ ഞാൻ മേലെയാകണം എന്ന കൊതിയും ഈമാൻ ഉണ്ടാകലും രണ്ടും ഒരു സമയത്ത് ഒരുമിച്ച് കൂടുകയില്ല. എന്നാൽ അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു മേലെയാക്കും. മേലെയാകുന്നതിൽ തെറ്റില്ല. എന്നാൽ മേലെയാകണം എന്ന കൊതി ഗൗരവമായി നാം ചിന്തിക്കണം. ബാഫഖ് തങ്ങൾ മേലെ ഒരാളാണ്, പൂക്കോയ തങ്ങൾ മേലെ ഒരാളാണ്, ശംസുൽ ഉലമ മേലെ ഒരാളാണ്, കണ്ണിയത്ത് മേലെ ഒരാളാണ്. റഹിമഹുമുല്ലാഹ്, അല്ലാഹു ഒരു ദർജകൾ ഏറ്റി കൊടുക്കട്ടെ. പക്ഷെ മേലെയാകണം എന്ന കൊതിയുള്ളവരായിരുന്നില്ല. മേലെയാകണം എന്ന കൊതിയും രണ്ട്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. നമ്മൾക്ക് ഇന്ന് സംഭവിച്ച പ്രശ്നം മേലെയല്ലായിട്ട് കൂടി നമ്മൾക്ക് മേലെയാകാനുള്ള കൊതിയാണ്. അവർക്ക് മേലെയായിട്ട് കൂടി മേലെയാകാൻ ആഗ്രഹമില്ല. നമ്മൾ തൗബ എന്നാണ് കള്ളുടി വ്യഭിചാരം. അതിനപ്പുറം തൗബ എന്താ അല്ലേ? നമ്മളിപ്പോ തൗബ ചെയ്യണം എന്ന് പറഞ്ഞാൽ കള്ളുടിച്ച് വ്യഭിചരിച്ചു നമ്മൾ ആലോചിക്കണുള്ളൂ. അത് സൊസൈറ്റിയിൽ 1-2 ആളാണ് ഒരു നാട്ടിലുണ്ടാവില്ല. ഒരു കള്ളുടിയനാവുക എന്നാൽ 8 10 കൂട്ടിക്കോ. 1000 ആളുകളിൽ മേലുണ്ടെങ്കിൽ കള്ളുടിയനാണ്ടാവും 10 ആൾ. ബാക്കിയുള്ളവരൊക്കെ നല്ലവരാണ്. പക്ഷെ ഈമാന്റെ പ്രകാശം ഉണ്ടാവില്ല നല്ലവർക്ക്. മനസ്സിലായില്ല? എന്തുകൊണ്ട് ഈമാന്റെ പ്രകാശം ഉണ്ടാവില്ല? അവർ യോഗ്യരായി നടക്കും. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഇതൊക്കെ ചിന്തിക്കണം. തൗബ എന്ന് പറയുമ്പോൾ നമ്മളതിനെ പരിമിതപ്പെടുത്തി. എന്തിൽ? ഈ കള്ളുകുടിയിൽ വിചാരിച്ചു പരിമിതപ്പെടുത്തി. ഇതുപോലത്തെ 2 3 4 കാര്യം. പിന്നെ അതുപോലെ പറയും, നമ്മളൊരാളോട് ഈ തൗബ ചെയ്യണമെന്ന് പറഞ്ഞാൽ പോലും ദേഷ്യപ്പെടും. എന്ത് ഞാൻ ചെയ്തു? മനസ്സിലായില്ലേ? നമ്മൾ തന്നെ ഇപ്പൊ നമുക്ക് തന്നെ തൗബ ചെയ്യണമെന്ന് തോന്നുന്നില്ല. അപ്പൊ എന്ത് തെറ്റപ്പ ചെയ്ത്? നമ്മൾ പഠിക്കണം. നമ്മുടെ ജനത നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം എന്ത്? നമ്മൾ തന്നെയാണ്, അല്ലാതെ ഓരുമല്ല. നമ്മൾ തന്നെ RSSO BJP ഒന്നുമല്ല നമ്മെ തകർക്കുന്നത്. നമ്മെ തകർക്കുന്ന നമ്മളാ. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ. അല്ലാഹുവിനെ പേടിച്ചാൽ ലോകം മുഴുവൻ പേടിക്കേണ്ടി വരും. അല്ലാഹുവിനെ പേടിക്കണം. മനസ്സിലായില്ലേ? ചിന്തിക്കണം. RSS പോലെയുള്ള സംഘടനകൾ ഇസ്ലാമിന്റെ ശത്രുതയ്ക്ക് വേണ്ടി പണിയെടുക്കുന്നവരല്ലേ എന്ന ചോദ്യം അല്ല, നല്ല മറുപടി. അതെ, പക്ഷെ അതൊന്നും നമ്മെ ബാധിക്കൂല. നമ്മളായാലും ഒന്നും. അതിനേക്കാളൊക്കെ വലിയ ആളുകൾ ഈ പറയുന്ന മഹാന്മാരെ കാലത്തുണ്ടായിരുന്നു. പക്ഷെ ഒന്നും ബാധിച്ചിട്ടില്ല. എന്തുകൊണ്ട്? അവരായിരുന്നു. മനസ്സിലായോ? ഇവിടെ പ്രശ്നം സംഭവിച്ചത് ശത്രു മേലെയായതല്ല, നമ്മൾ താഴെയായതാണ്. നമ്മളെ പറ്റി ചിന്തിക്കുന്നേ ഇല്ല, ശത്രുവിനെ പറ്റി ചിന്തിക്കണം. സത്യത്തിൽ ശത്രുവിനെ പറ്റി ചിന്തിക്കേ വേണ്ട. നമ്മളെ പറ്റി ചിന്തിച്ചാൽ മതി. നിങ്ങളായാൽ നിങ്ങൾ ഏറ്റവും മേലെയായിരിക്കും എന്ന് അല്ലാഹു പറഞ്ഞില്ല. അപ്പോൾ പ്രശ്നം ആർക്കാ? നമുക്കാ. വളരെ എന്താണ് ചിന്തിക്കാത്തത്? ഇതെന്താ? ഇതിന്റെ ഗൗരവം നമ്മളൊന്ന് മനസ്സിലാക്കണം, ചിന്തിക്കണം. പള്ളികളിൽ മുഴുവനും ജനൽപോടിയിൽ തല്ല് നടക്കുന്നു. ഈ ആഴ്ച തല്ല് നടന്ന ഒരു പള്ളി എനിക്കറിയാം. ഒരു ജനൽപൊടിയിൽ ഈ ആഴ്ച തല്ല് നടന്നത് മലബാറിൽ എനിക്കറിയാം. വേറെ ഉണ്ടാവും, എനിക്കറിയാം. പള്ളിയുടെ ജനൽപോടിയിൽ തല്ല് നടന്ന ഒരു സ്ഥലം എനിക്കറിയാം.
എന്തിനായിരിക്കും പള്ളിയിൽ ഞങ്ങൾ പോയി തല്ലി നടന്നിട്ടുണ്ടാവുക? പള്ളിയിൽ ഏതെങ്കിലും പ്രതിഷ്ഠ കൊണ്ടുപോയി വെക്കുന്നു ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് പകരം ഏതെങ്കിലും പ്രകൃതിയിൽ മനുഷ്യൻ പടച്ചുണ്ടാക്കിയ അസ്മാഉൻ സമ്മൈതുമൂഹാ, മനുഷ്യൻ നിർമ്മിച്ചുണ്ടാക്കിയ ഏതെങ്കിലും നാമദൈവങ്ങൾ എന്ന ജൽപ്പനങ്ങൾക്ക് ആരാധിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞുവോ? അതുമില്ല, അതൊന്നും നടന്നിട്ടില്ല. പിന്നെന്തേ ഒരാൾക്ക് മേലെയാണോ? മറ്റോ പറഞ്ഞു എനിക്ക് മേലെയാണോ? പറയണില്ല. അതാണ് പണി. മറ്റോനോ മേലെയാണോ? ചിന്തിക്കണം. ചില ആളുകൾക്ക് ഞങ്ങൾ ആളുകൾക്ക് മേലെയാകണം, മറ്റവർക്ക് ഞങ്ങൾ ആളുകൾക്ക് മേലെയാകണം. എത്ര പള്ളികൾ പൂട്ടിക്കിടക്കുന്നുണ്ട്. വെള്ളിയാഴ്ച എന്നും തുറക്കാത്ത പള്ളികളുണ്ട്. പള്ളിയുടെ ഒതുക്കും കല്ലുമ്മൽ അപ്പയും കാടും പൊന്തയും മുളച്ച എത്ര പള്ളികൾ രാവും പകലും ആയിരക്കണക്കായ ആളുകൾ ഏറ്റിക്കാഫിന് വന്നിരുന്ന പള്ളികളിൽ പൂട്ടിക്കിടക്കുന്ന പള്ളികൾ ഇന്ന് കേരളത്തിലില്ലേ? പറയില്ലേ? ഇല്ലേ? ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. എന്തുകൊണ്ട് പൂട്ടി? പൂട്ടിയത് എന്താ പൂട്ടാൻ കാരണം? ഇവിടെ ഏതെങ്കിലും ഒരു പുതിയ പ്രതിഷ്ഠ കൊണ്ടുപോയി വെക്കണം ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവിടെ വെള്ളിയാഴ്ച ജുമയ്ക്ക് വിട്ടുകൊടുക്കുമ്പോൾ ഞായറാഴ്ചക്ക് കുർബാനക്ക് വിട്ടുകൊടുക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെന്താ ഇവിടെ പ്രശ്നം? എനിക്ക് മേലെയാണോ? എനിക്ക് മേലെയാണോ? ഞങ്ങൾക്ക് മേലെയാണ്, ഞങ്ങൾക്ക് മേലെയാണോ? ഇതിന്റെ തൗബ എന്ന് പറഞ്ഞ തീരുവോ? تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. മനസ്സിലായില്ലേ ഏതാ സൂറത്ത്? تلك الدار قصص അല്ലേ? قصص. تلك الدار بسم الله الرحمن الرحيم. تلك الدار الآخرة أنت اللي آية تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. تلك الدار الآخرة ആഖിറത്തിലെ സ്വർഗം എന്ന വീട് ഞാൻ പണിതു വെച്ചിട്ടുള്ളത് ലില്ലദീന ഒരു വിഭാഗം ആളുകൾക്കാണ്. ലാ യുരീദൂന ഉലൂവൻ ഫിൽ അർളി ഭൂമിയിൽ മേലെയാകണമെന്ന് കൊതിച്ച് അവർ ജീവിക്കുകയില്ല. എന്താ പറഞ്ഞേ? എന്തിനാ പള്ളി തന്നെ ഉണ്ടാകുന്നത്? എന്തിനാ പള്ളി പൂട്ടിയേ? എന്തിനാ പള്ളി പൂട്ടിയ? ലക്ഷോപലക്ഷം പള്ളികളുള്ള ഇന്ത്യ രാജ്യത്ത് ലക്ഷോപലക്ഷം പള്ളികളുണ്ട്. പ്രതിഷ്ഠ കൊണ്ടുപോയി വെക്കാൻ ശ്രമിച്ചത് 1-2 പള്ളിയിലുണ്ടാവുള്ളൂ. അതിമേലെ പ്രശ്നമുള്ളൂ. എന്നാൽ പൂട്ടിക്കിടക്കുന്നത് അതൊന്നുമല്ല, എത്രയുണ്ട്. എന്താ കാരണം? ഇമാറത്തുള്ള പള്ളി, വഖഫുള്ള പള്ളി, ഇമാറത്തുള്ള പള്ളി, ആയിരക്കണക്കായ ആളുകൾ ജുമഅക്ക് വന്നിരുന്ന പള്ളി. നേരം വെളുക്കുമ്പോൾ വെള്ളിയാഴ്ച 7-8 മണിയാകുമ്പോഴത്തിന് തേനീച്ചയുടെ മൂളൽ പോലെ പോട്ടലിന്റെ ഒരു സ്വരം കേട്ടിരുന്ന പള്ളി പൂട്ടിയിട്ടില്ലേ? ഇന്ന് പൂട്ടി കിടക്കണില്ലേ? പറയില്ലേ? എത്ര എന്താ പ്രശ്നം? പ്രശ്നം ഒറ്റൊന്നാണ്. എല്ലാവർക്കും മേലെയാകണം. അതിന് തൗബ ചെയ്യാൻ ആരും തയ്യാറാവില്ല. എന്തുകൊണ്ട്? അതിൽ തെറ്റാണെന്ന് പോലും കൊണ്ടിരിക്കണില്ല. അള്ളാഹു പറഞ്ഞതോ കള്ളുടിച്ചോണ്ട് തൗബ ഉണ്ടാവും. എന്തുകൊണ്ട്? കള്ളുകൂടി തെറ്റാണെന്ന് അവന് ബോധമുണ്ട്. നേരെ മറിച്ച് ഇവന് തൗബ ഉണ്ടാവില്ല. എന്തുകൊണ്ട്? പറയും ഞാൻ മേലെയാകണമെന്ന് വിചാരിച്ച് നടക്കുന്നവന് ഇതിൽ തെറ്റാണെന്ന് പോലും എന്നല്ല അവന്റെ ബോധം. ഞാൻ മേലെ ആയാലല്ലേ ഇവിടുത്തെ കാര്യം നടക്കുള്ളൂ. ഞാൻ പ്രസിഡന്റ് ആയാലും ഇവിടുത്തെ പള്ളി നടക്കുള്ളൂ. ഞാൻ സെക്രട്ടറി ആയാലല്ലേ ഇവിടുത്തെ പള്ളി നടക്കുള്ളൂ. ഞാൻ നേതാവായാലല്ലേ ഇവിടുത്തെ കാര്യം നടക്കുള്ളൂ. അവൻ ചത്താലും ഇവൻ ചത്തായാലും പള്ളി പ്രസിഡന്റ് ചത്താൽ എന്ത് ചെയ്യും? എടാ പള്ളി പ്രസിഡന്റ് ഈ ചത്താൽ എന്താവും? ചൗവലാണ്. എന്തായി? പിന്നെ പള്ളി പൂട്ടിയ ഏതെങ്കിലും പ്രസിഡന്റ് ജീവൻ പോയിട്ട് പള്ളി പൂട്ടിയിട്ടുണ്ടോ? പറയും മനുഷ്യന്മാരെ, എന്റെ കണ്ണോക്കി ചൂടാണ്. അറിയടാ എന്തേ പള്ളി പ്രസിഡന്റ് ആവൂലേ? വേണ്ട ഇബാറത്തിന് ജീവൻ പോകൽ, ജീവൻ പോലിന് വേറെ ഇബാറത്താകുക. ബേജാറൊന്നും വേണ്ട. ഈ ജാതി പള്ളയപ്പന്മാരായ കിബറും കൊണ്ടുവെക്കണവനെ പിന്നെ മരിച്ചു അന്തരിച്ചു എന്നൊക്കെ ദിവംഗതനാക്കും മഹാന്മാരെ പറ്റി പറയുന്ന വർത്താനങ്ങളാണ്.
അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ എന്നൊന്നും വിചാരിക്കരുത്. നമ്മളിത് വിട്ടാണ്. ഇത് ആശാരിപ്പണിയാണ്. എനിക്ക് മരമായി നിന്നാൽ ഫർണിച്ചർ ഉണ്ടാവില്ല. അത് ആശാരിക്ക് ഒപ്പിട്ട് കൊടുക്കണം. ആശാരിക്ക് എന്താ പണി? ആശാരിക്ക് എന്താ പണി? എന്താടാ ആശാരിക്ക് പണി? പറയടാ. എന്നെപ്പോഴത്തെ വലിയക്കാരോടാ ഞാൻ പറഞ്ഞത് ചേട്ടാ, അല്ലാതെ വലിയ മൂല്യന്മാരോടും അല്ല. ഇതൊക്കെ എൻ്റെ ഒരു ചെറുപ്പക്കാരനായ ഒരു ശിഷ്യനാണ്. അങ്ങനെ കണക്കാക്കിയിട്ടുള്ളൂ. എനിക്കത് നരച്ചല്ലോ. അപ്പോൾ ഇടാന്ന് വിളിച്ചൂടെ? പറഞ്ഞു മനസ്സിലായില്ലേ? ആശാരിനോട് എന്താ? ആശാരിനോട് എന്താ? വെട്ടൻ്റെ അടുത്ത് വെട്ടുക, ഉയ്യണ്ട വെച്ച് ഉയ്യുക. അതിന് കൂട്ടല്ല, കുറക്കുക. 3-4 ദിവസം കൊണ്ട് 1-ാം നമ്പർ കെട്ടിലായി. ഇനി ആർക്കും കിടന്നുറങ്ങാം. എന്തേ? ആശാരിപ്പണി കഴിഞ്ഞു. മരമായി നിന്നാൽ കടന്നുറങ്ങാൻ പറ്റൂല. ആശാരിക്ക് കൊണ്ടുകൊടുക്കണം. ആശാരിക്ക് മരം വിധേയമാവുകയും വേണം. ഇന്റെ മരം ആശാരിക്ക് വിട്ടുകൊടുക്കൂല എന്ന് പറഞ്ഞാലോ കട്ടിലാവൂല. അപ്പോൾ മരത്തിന്റെ ഉടമക്കാരന് ഞാൻ ആശാരിക്ക് വിട്ടുകൊടുക്കൂല എന്റെ മരം എന്ന് പറയാൻ അവകാശമില്ല. മരത്തിന് അവകാശമില്ല. എന്ത്? ഇന്റെ മേൽ പുളി നടക്കൂല, ഫർണിച്ചർ ആവൂല. പുളി എന്ന് പറയുന്ന മരണ്ട്. ഈ മരത്തിന് മനസ്സിലായില്ലേ? മരപ്പുളിന്റെ മരത്തിന്റെ മേൽ ആശാരിക്ക് പണിയെടുക്കാൻ കഴിയൂല. അതുകൊണ്ട് പുളി കൊണ്ടുള്ളൊരു ഫർണിച്ചറും ഇല്ല. തേക്ക് കേമനാണെങ്കിലും വൈപ്പിട്ട് കൊടുക്കും. ഈട്ടി കേമന പക്ഷെ വൈപ്പിട്ട് കൊടുക്കും. പുളി ഒന്നിനും പറ്റൂല. പുളിങ്ങ വരെ തിന്നാൽ ഇങ്ങനെ ആയുർവേദക്കാർ പറയും, മരപ്പുളി കഴിച്ചുകൊണ്ട് ആരും മരുന്ന് വാങ്ങാൻ വരരുത്. മനസ്സിലായോ? പുളി നടക്കൂല, അതുകൊണ്ട് ഫർണിച്ചർ ഉണ്ടാവില്ല. ഉളി നടക്കാത്ത ഒരു മരം ഫർണിച്ചർ ആകാത്തതുപോലെ വെട്ടുന്നതിന് വിധേയമാക്കി കൊടുക്കാത്ത ഒരു ജനതക്ക് നന്നാകാൻ കഴിയൂല. വെട്ടിക്കൊടുക്കലേ നമ്മൾ ഉത്തരവായിട്ടാണ്. നമ്മൾ വെട്ടും. നമ്മളെ കയ്യിൽ ഉളിയുണ്ട്, ഉളി കൊണ്ട് വെട്ടും. ഞങ്ങളെ വെട്ടും, അത് നടക്കൂല. ബാർബറാണെങ്കിലും മുടി വേറെ ബാർബർ കളഞ്ഞു കൊടുക്കേണ്ടി വരും. ബാർബറാണ്, വലിയ ഫാസ്റ്റായ ബാർബറാണ്. ദിവസം 100 കണക്കിന് ആളുകളെ മുടി കളയുന്ന ബാർബറാണ്. വലിയ മഷൂറായ ബാർബറാണ്. ഏറ്റവും വലിയ ബാർബറാണ്. പക്ഷേ അവന് സ്വന്തം മുടി കളയാൻ കഴിയില്ല. അവന്റെ മുടി വേറെ ഈ സ്വഭാവ യുവാക്ക് എന്നാവും നന്നാക്കി തരട്ടെ. ഞാൻ ഒഴിവാക്കിക്കളാം. ഞാൻ ആദ്യത്തെ ആളായ ആകാശത്തെ പ്രസിഡന്റ് ഞാൻ തന്നെ. ഇബ്ലീസ് പറഞ്ഞു, വണ്ടി വിട്ടോ. എനിക്ക് ആകാശത്തെ പ്രസിഡന്റ് ആകണ്ട, സെക്രട്ടറി ആകണ്ട, എനിക്ക് എന്റെ പൊരുത്തം മതി. ഞാൻ മാപ്പാക്കണേ എന്നാ കയറി തരുന്നു. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ഈ ദുആ ആദ്യം ചെയ്ത ആളാണ് സയ്യിദുനാ ആദം നബി. ഈ ദുആ ആദ്യം ചെയ്ത ആൾ സയ്യിദുനാ ആദം. ഇബ്ലീസ് ഇന്നും ദുആ ചെയ്തിട്ടില്ല, ചെയ്യൂല. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ഞങ്ങൾക്ക് പിഴച്ചുപോയി പഠിച്ചവനെ, എനിക്കും എന്റെ പെണ്ണുങ്ങൾക്കും പിഴച്ചുപോയി. റബ്ബനാ വലംനാ അൻഫുസനാ, ഞങ്ങളോട് അതിക്രമം ചെയ്തു പോയി. വഇല്ലം തഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് മാപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ, വതർഹംനാ, ഞങ്ങളോട് കരുണ കാട്ടിയിട്ടില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകുമല്ലോ. ആര് പറഞ്ഞു? സയ്യിദുനാ ആദം. സയ്യിദത്തുനാ ഉമ്മുനാ ഹവ്വാ റളിയല്ലാഹു അൻഹ വറക്ക പറയി. നമ്മളമ്മല്ലേ സയ്യിദത്തുനാ ഉമ്മുനാ ഹവ്വാ. അല്ലാഹു ദർജ ഏറ്റി കൊടുക്കട്ടെ. അല്ലാഹു മഹദിയായ ഹവ്വാ ബീവിയുടെ ദർജ അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. നമ്മൾ ആദ്യത്തെ ഉമ്മയെ പരലോകത്തെ സന്തോഷത്തോടെ കണ്ടുമുട്ടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ചിന്തിക്കണം. അവരങ്ങനെ പറഞ്ഞു. ഇബ്ലീസോ ഒരോട്ട് പറഞ്ഞില്ല. ഇബ്ലീസിനുണ്ട് കുട്ടികള്, ഇബ്ലീസിനുണ്ട് പെണ്ണുങ്ങള്, ഇബ്ലീസിന് ഭാര്യമാരുണ്ട്, ഇബ്ലീസിന് മക്കളുണ്ട്. أفتتخذونه وذريته أولياء من دوني وهم لكم عدو بئس للظالمين بدلا. അവനെയും അവന്റെ മക്കളെയും നിങ്ങൾ ഉടമക്കാരാക്കുകയാണോ? أفتتخذونه وذريته أولياء.
ചിന്തിക്കണം. കുട്ടികളുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവുമല്ലോ, അവനെയും അവന്റെ മക്കളെയും നിങ്ങൾ അവകാശ ഉടമസ്ഥരാക്കുകയാണോ? അപ്പോൾ അവൻ ആരുണ്ടാവും? കുട്ടികളുണ്ടെങ്കിൽ ആരുണ്ട്? പെണ്ണുങ്ങളുണ്ട്, ഉണ്ടാവുമല്ലോ. കുട്ടികളുണ്ടാവുമല്ലോ. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. എന്നാൽ ഈ ഭാര്യയും ഭർത്താവും എന്ത് പറഞ്ഞു? ഞങ്ങൾക്കൊന്നും ആവണ്ട, ഞങ്ങൾക്ക് പുറത്തു തന്നാ മതി. എന്നാലോ മറ്റോ പറഞ്ഞ അത് നടക്കൂല. എനിക്കത് എന്റെ സ്ഥാനത്തിന് സ്ഥാനം കിട്ടണം, എനിക്ക് സ്ഥാനം കിട്ടണം. ഇബ്ലീസ് ഇന്നിപ്പോ മനുഷ്യന്മാരെ ഫസാദാക്കണ പണി ഇന്ന് ഇബ്ലീസ് നിർത്തിത്തരും. ഇന്ന് നിർത്തി കാണിച്ചു വഴിയാൻ പറഞ്ഞാ. ഇബ്ലീസ് മനുഷ്യന്മാരെ സ്വൈപ്പാക്കണ പണി ഇന്ന് നിർത്തി കൊടുക്കും. എന്ത് വേണം? അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയെ ഹയാത്താക്കാൻ. എന്നിട്ട് ഇബ്ലീസിനെ മുന്നിൽ കൊണ്ട് നിർത്തുക. എന്നിട്ട് ആദം നബിയോട് പറയാ, എന്ത് ആദമേ, ഈ വെക്കാലം വരെ നന്നായില്ല, ഇനിയെങ്കിലും നന്നാട്ടെ, ഈ ഒരു സുജൂദ് അങ്ങോട്ട് കൊടുത്താളാം. അപ്പൊ ആദം നബി അങ്ങോട്ട് സുജൂദ് കൊടുത്താൽ ഇബ്ലീസ് പറയും, ഞാൻ നന്നായിക്കോളാം, ഏതായാലും നിങ്ങളൊക്കെ അംഗീകരിച്ചല്ലോ, ഞാൻ നല്ലവനാണ്. പിന്നെ സാലിഹായ അസ്ലഹായ മുത്തഖിയായ ഔലിയാപ്രാപ്പയെ ഖിയാമത്ത് നാൾ വരെ ജീവിക്കും. ആര്? ഇബ്ലീസ്. നടക്കൂ, അതേ നടക്കും. അങ്ങനെ ചെയ്യുക. ഒരൊറ്റ ആദം നബിനെ അള്ളാഹ് ജനിപ്പിച്ചാൽ മതി. എന്നാൽ നമ്മൾ ഈ പ്രശ്നമൊക്കെ തീർന്നു. മനസ്സിലായില്ല? നമ്മളൊക്കെ ഫസാദിലാക്കാണ്. ആര്? ഇബ്ലീസ്. ജിന്നെ ഒഴിവാക്കി ഞാൻ എൻ്റെ അടിമകളെ നാശാക്കും തന്നെ പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ എന്താ പ്രശ്നം? അന്നത്തെ ഒരു പ്രശ്നമാണ്. എന്ത് അന്നത്തെ ഒരു പ്രശ്നമാണ് ഇവിടെ സംഭവിച്ചത്. എന്ത്? ഇബ്ലീസിനോട് അല്ലാഹു തആല ആദമിനെ സുജൂദ് ചെയ്യാൻ പറഞ്ഞു. അത് തിരിച്ചാ വേണ്ടത്. അന ഖൈറും മിൻഹു, ഞാനാണ് അവനേക്കാൾ യോഗ്യൻ. അതുകൊണ്ട് ആകാശത്തെ പ്രസിഡന്റ് ഞാനാണ്, ഞാൻ വൈസ് പ്രസിഡന്റ് ആവൂല. മനസ്സിലായില്ലേ? ഞാൻ ഹജ്ജിന് പോകുകയാണ്, അതുകൊണ്ട് പ്രസിഡന്റ് ഞാനാണ്. അതുകൊണ്ട് ഹജ്ജിന് പോണി തലേ നമുക്കൊന്ന് കമ്മിറ്റിയും കൂടാ, നീ ഞാൻ വന്നിട്ട് കമ്മിറ്റിയും കൂടിയാൽ മതി. 40 ദിവസമല്ലേ, ഞാൻ അല്ലാതെ കൂടണ്ട. മനസ്സിലായി? നീ എന്തുകൊണ്ട് അവിടെ അല്ലാതെ ഒന്നും നടക്കൂല. പക്ഷെ ഇനിയിപ്പം നൽകാൻ ഞാൻ അള്ളാഹനെ ഏൽപ്പിച്ചാണ് പോവുകയാണ്. നിങ്ങൾക്ക് എപ്പത്തിലാകാതൊക്കെയാണ് ഞാൻ അള്ളാഹനെ ഏൽപ്പിച്ച് പോകും. ഞാൻ 40 ദിവസം കഴിയുമ്പോൾ പിറ്റേ നമുക്ക് പൊടി കൂടാ, കമ്മിറ്റി കൂടാ, പ്രശ്നമൊന്നുമില്ല. ഞാൻ വല്ലാതെ ഒന്നും നടക്കൂല. പക്ഷെ അജ്ജനല്ലേ പോണ്, ശക്തി പോകുകയാണെങ്കിലോ, ജീവൻ പോകുകയാണെങ്കിലും പോലെ എന്ത് ജീവൻ പോലെ പറയാ. മിനിങ്ങളെ ചിന്തിക്കണം. ഇപ്പൊ ഇന്ന് തീർന്ന് അടുത്ത ക്ലാസ്സിൽ റഹ്മത്തും തല്ല. എന്തേ ആയിക്കൂടെ? ആയിക്കൂടെ? എന്തേ? ഒരു വിഷയമല്ല. എന്ത് വിഷയം? ഒരു വിഷയമില്ല. നിന്ന് മരിക്കാം, ഇന്ന് മരിക്കാം. കൊല്ലണമെന്ന് ബോധ്യമുള്ളവരുണ്ടോ? ഇത്രയും പ്രസാദമാണ് ഇയാൾ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഇന്ന് ഇയാളെ കൊല്ലണം. മരിക്കണം ഒരു പേടി. ഇന്ന് മരിക്കാം. നിങ്ങളൊരു കാര്യം ചെയ്യണം. അബ്ദുള്ള മാഷ മുന്നിൽ എൻ്റെ മുന്നിലോ ബാക്കിലോ ഒരു കവർ തന്നു. അത് എനിക്ക് ആഗ്രഹമുള്ളൂ. എന്തുകൊണ്ട്? അയാൾ എൻ്റെ അടുത്ത് വരുന്നപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ അടച്ചോൻ്റെ മുന്നിൽ എനിക്ക് വെക്കാവുന്ന ഒരു പ്രൊഡക്റ്റാണ് അയാൾ. അബ്ദുള്ള മാഷ കബറിൻ്റെ അടുത്ത് എനിക്കൊരു കബർ തരും. എന്ന് മരിക്കാം, ഇന്ന് മരിക്കാം, അതൊന്നും പ്രശ്നമില്ല. പക്ഷെ പ്രസാദ് ഉണ്ടാക്കൽ നിർത്തൂല. അതൊക്കെ ഞാൻ വന്നാൾ വരെ എന്റെ മരണം വരെ ഞാൻ പ്രസാദ് ഉണ്ടാക്കി കൊണ്ടേയിരിക്കും. അത് ഇന്നോർക്കെതിരെ പ്രസാദ് ഉണ്ടാക്കാനോ ഇല്ല. ആരും ഇന്ന് ചിരിച്ചോ നാളെ കരിയും, നാളെ തിരിച്ചാൽ മറ്റന്നാൾ കരിയും. അതൊന്നും വിഷയമല്ല. ഹക്കിനെതിരെ എന്ത് കണ്ടാലും പറയേണ്ടി വരും, പറയും. എന്തുകൊണ്ട്? അതിനെ കേൾപ്പിച്ച് ഉത്തരവായിട്ടാണ്. അള്ളാഹു എനിക്ക് നാവ് വന്നിട്ടുണ്ട്, പറയില്ല, നിർവാഹമില്ല. അള്ളാഹിനെ കൊടുത്ത് നിങ്ങൾ കൊടുങ്ങൂല, ഞാൻ കൊടുങ്ങും. നിങ്ങൾക്കറിയാത്തവരെ എനിക്കറിയും. ഡോക്ടർ പ്രസാദ് ഉണ്ടാക്കാനാണ് ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർ. ഒരു പ്രശാന്ത് എല്ലാം തിരിയാണെങ്കിൽ 3 മാസം കഴിഞ്ഞ് അൾസർ മാറണം. അതുവരെ പ്രസാദാണ് ഡോക്ടർ ഉണ്ടാക്കിയത്. ഇന്ത്യ അങ്ങനെ തന്നെയല്ലേ? ഡോക്ടർ പ്രസാദ് തന്നെ ഉണ്ടാക്കണേ. നല്ല നിരക്ക് നന്നിരുന്ന പള്ളമ്മലുണ്ടായി പ്രസാദ്. ചിന്തിക്കണം. അപ്പൊ ഇവിടെ ഒന്നും വിഷയമല്ല, മരിക്കുന്ന വിഷയമല്ല. അടുത്ത ആഴ്ച ഞാൻ മരിക്കുകയാണെങ്കിൽ ക്ലാസ് വേണ്ടാന്ന് ഞാൻ പറയേണ്ടതില്ല. അതൊന്നും ഞാൻ പറയേണ്ടതില്ല. അതൊന്നും എന്റെ വിഷയമല്ല. അടുത്ത ആഴ്ച മരിക്കാം, നാളെ മരിക്കാം, ഇതിന്റെ അവസാനം മരിക്കാം, ഇതിനിടയിൽ മരിക്കാം. സ്റ്റേജിൽ മരിച്ചു വീണ എത്ര മഹാന്മാരുണ്ട്. അല്ലാഹു ഭാഗ്യം നമുക്ക് തരട്ടെ.
അള്ളാഹ് എന്ന് പറയുമ്പോൾ മരിച്ചു വീണാൽ എന്റെ ഭാഗ്യം എത്രയും എന്തില്ലേ സ്റ്റേജ് ഇത്രയും. ബഹുമാനപ്പെട്ട മഹാനായ ആമയൂർ മുഹമ്മദ് മുസ്ലിയാർ, ആമയൂര് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ ഹാജിനോട് നേരിട്ട് പറഞ്ഞ ആമയൂർ മുഹമ്മദ് മുസ്ലിയാർ, ബഹുമാനപ്പെട്ട രാമനാട്ടുകര അബ്ദുൽ ഖാദർ ഹാജി എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. അബ്ദുൽ ഖാദർ ഹാജി മരിച്ചുപോയി. ആമയൂര് മുഹമ്മദ് മുസ്ലിയാര് രാമനാട്ടുകരക്കടുത്ത് അവരുടെ നാട്ടിൽ ചേലേമ്പ്രയോ മറ്റോ ആ പള്ളി കാണിച്ചാൽ ആ പള്ളി ഇരിക്കുമ്പോഴാണ് അബ്ദുൽ ഖാദർ മുസ്ലിയാരിനോട് പറഞ്ഞത്. ആമയൂര് മുഹമ്മദ് മുസ്ലിയാര് 3 ദിവസത്തെ വയലേറ്റ് വയലിന് വന്നാൽ അന്ന് ആലിമീങ്ങൾ തിരിച്ചു പോകൂല, അവിടെ തന്നെ പാർക്കും. ഇന്നത്തെ പോലെ കാറും വണ്ടിയും സൗകര്യം ഇല്ല. ആമയൂരാണ് മഞ്ചേരി, ആമയൂർ ആണ് വീട്, മഞ്ചേരി ആയിരിക്കും, ആമയൂരാണ് വീട്. മനസ്സിലായില്ലേ? ഒരു ദിവസത്തെ വയൽ കഴിഞ്ഞ് 2ാമത്തെ ദിവസത്തെ വയലിന് വേണ്ടി ഒരുങ്ങുന്നു. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് മുഹമ്മദ് മുസ്ലിയാർ ചെരുവിൽ ഇങ്ങനെ നടക്കുന്നതിനിടയിൽ ദിക്റിൽ നടക്കുമ്പോൾ വഴക്ക് വന്നു. എന്നോട് അബ്ദുൽ ഖാദർ ഹാജി വന്നു. ആ ചെരുവിൽ ഞാനൊന്ന് കിടക്കട്ടെ കടന്നു. അപ്പോൾ മരിച്ചു. അപ്പോൾ മരിച്ചു. വയലിന് വന്നതാണ്. അപ്പോൾ മരിച്ചു. ഒരു ദിവസത്തെ വയൽ പറഞ്ഞു. 2ാമത്തെ ദിവസത്തിൽ മരിച്ചു. മയ്യത്തുണ്ടായിരുന്നു. നടക്കണം മനുഷ്യൻ. അൽഹംദുലില്ലാ. എന്ത് അള്ളാഹിനെ പറ്റി പറയാൻ വേണ്ടി മരിച്ചല്ലേ, പറയാൻ വന്നു. അവിടുന്ന് മരിച്ചല്ലേ, എന്താ പ്രശ്നം? അപ്പൊ നോക്കൂ നിങ്ങൾ, ഇവിടെ ഞാനാണ് മരിച്ച പിന്നെ ഈ ക്ലാസ് ഉണ്ടാകാൻ പാടില്ല, ഇത് ലാസ്റ്റാകണം, ഇവിടുത്തെ അവസാനത്തെ മഹാൻ ഞാനാണ്. ഇതാണ് തെറ്റ്. ഈ സ്റ്റേജ് ഞാൻ കയറിയിരിക്കൽ തെറ്റല്ല. മനസ്സിലായോ പറഞ്ഞത്? ഞാനേ ഇരിക്കാവൂ, അത് തെറ്റല്ല. ഞാനേ ഇവിടെ ഇരിക്കാവൂ. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഇവിടെയുള്ള രോഗം നമ്മൾ മനസ്സിലാക്കണം. ഈ രോഗത്തിന് നമ്മൾ ഈ രോഗം നമ്മളെ രോഗമാണ്. ആയറ്റല്ലേ ഓടി ആയറ്റ് എവിടെ ആർക്കാണെന്നോ അത് വെച്ചത്. കള്ളുടിയേനും ചിലപ്പോൾ നന്നാവും, അപ്പൊ നന്നാവൂല. എന്തുകൊണ്ട് ഇത് തെറ്റാണെന്ന് തോന്നണില്ല. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. تلك الدار الآخرة, ആഖിറത്തിന്റെ വീട്, നജഅലുഹാ, അത് നാം പണിതി വെച്ചിട്ടുള്ളത് ലില്ലദീന, ഒരു വിഭാഗം ആളുകൾക്കാണ്. ലാ യുരീദൂന ഉലൂവൻ ഫിൽ അർളി, ഭൂമിയിൽ മേലെയായി നടക്കണം എന്ന ആഗ്രഹം അവർക്ക് ഇല്ല. വലാ ഫസാദ, അവരൊരു ഫസാദ് ഉദ്ദേശിക്കണില്ല. ഞാൻ പറഞ്ഞ ഫസാദ് അല്ല. നമ്മളെ ഫസാദ് വേറൊരാൾക്ക് ഫസാദായി തോന്നുന്ന ഫസാദല്ല. ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യുന്ന ഫസാദല്ല. നല്ല കാര്യമാണ്. പക്ഷെ രോഗിക്കും അപ്പത്ര സുഖം ഉണ്ടായിക്കൊള്ളു. അതുകൊണ്ടാണ് അനസ്തേഷ്യ കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? രോഗികൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അനസ്തേഷ്യ കൊടുക്കുന്നത് എന്തിനാണെന്നറിയോ? എന്തിനാണ്? അതിന് കൃത്യാനമായി അതിനാ കൊടുക്കുന്നത് ഇവന് വേദനിക്കാതിരിക്കാനല്ല, ഡോക്ടർക്ക് ചവിട്ടിട്ടാതിരിക്കാൻ. ഇവിടെ അനസ്തേഷ്യക്ക് പോയില്ല. ഡോക്ടർക്ക് അനസ്തേഷ്യ കൊടുക്കാം. നമ്മൾ പോലത്തെ നിങ്ങൾക്ക് അനസ്തേഷ്യ എന്നാണ്ട് വെള്ളം പറയാൻ കഴിയും. അനസ്തേഷ്യ തന്നാ പിന്നെ വേറൊന്നുമില്ലല്ലോ. മനസ്സിലായില്ലേ? അപ്പൊ ഡോക്ടർമാര് ഭാഗ്യവാന്മാരെ, അവർക്ക് ആരെ കയ്യിൽ ചവിട്ടിട്ടില്ല. എന്തുകൊണ്ട്? അനസ്തേഷ്യ. നമ്മൾ ഭാഗ്യം കെട്ടോരാ. എന്തുകൊണ്ട്? അനസ്തേഷ്യ തരാതെ ഞങ്ങളെ ഉള്ളിൽ കേട്ടണം. നിങ്ങൾ ആരെങ്കിലും അനസ്തേഷ്യയിലായി പോയാലോ ഇരിക്കുന്നിടയില് മറ്റേ പൂർണ്ണമായി ഉറങ്ങിയാലേ പണി നടക്കൂ. ഇളിച്ച് നടന്നിട്ടൊന്നും കാര്യമല്ല. മനസ്സിലാക്കണം. രാവും പകലും ഇറച്ചി തിന്നാലെടാ പോത്തിന്റെ അത്ര വലിപ്പം ഉണ്ടാവും, ബുദ്ധി ഉണ്ടായിക്കോളുന്നില്ല. മനസ്സിലായി? ബീഫ് വെള്ളറച്ച് വാങ്ങി തിന്നാൽ വെള്ളം നിറച്ചു പോത്തിന്റെ ഇറച്ചി രാവും പകലും വാങ്ങി മുണങ്ങിയാല് കാട്ടുപോത്തിന്റെ വലിപ്പം ഉണ്ടാവും. പക്ഷെ എന്തുണ്ടാവില്ല, ബുദ്ധി ഉണ്ടാവില്ല. ബുദ്ധി മറിച്ചോ കൊടുക്കണം. മനസ്സിലായില്ല? ചിന്തിക്കണം. 10-12 കൊല്ലം കിതാബ് ഓതിയിട്ട് പിന്നെ ആയുസ് മുഴുവനും 10-30 ചില്ലാനും കൊല്ലം ഇരുന്നിട്ട് കിതാബ് നോക്കി പഠിച്ച് എന്നെക്കാളും വലിയ ബുദ്ധി എൻ്റെ ശിഷ്യനുണ്ടായാൽ പിന്നെ ഓനല്ലേ ഉസ്താദാക്കുന്നില്ല. പിന്നെ ചിന്തിക്കണം. അപ്പൊ ഞാനീ പറയണങ്ങൾ മനസ്സിലാക്കും. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. അത് പെട്ടെന്നാണ് പോകൂല. അതിനാണ് മഹാന്മാർ സൂഫിയായത്. എന്താ ഈ സൂഫിയാകരണ? എന്താ സൂഫി? കരിമ്പടം ധരിക്കലല്ല. കരിമ്പടം ദുന്യാവിന്റെ അകലുകാർ ധരിക്കും. എന്ത്? ഞാൻ ആഖിറത്തിന്റെ അകലുകാരാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ.
നീലം മുക്കാതിരിക്കും ചില ആളുകൾ. എന്തിന് നീലം മുക്കാതിരിക്കൽ? രണ്ടു കൂട്ടർ ചെയ്യും. നീലത്തിനെ പറ്റി ബോധമില്ലാത്തവരും നീലം മുക്കാതിരിക്കും. നീലം മുക്കിയാൽ ഞാനൊരു ദുനിയാവിൻ്റെ അയലുകാരനാണെന്ന് ജനങ്ങൾ വിചാരിച്ചു പോകണ്ട, അതുകൊണ്ട് ഞാൻ ആഖിറത്തിന്റെ അയലുകാരനാണെന്ന് വിചാരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടും എന്ത് ചെയ്യും? നീലം മുക്കാതെ നടക്കും. ഓനാമുക്കാണ്. അലക്കാത്ത തോർത്തുമുണ്ട് വാങ്ങി തലയെ കെട്ടും. ആര്? രണ്ടു കൂട്ടർ കെട്ടും. എന്റെ തലൊന്ന് മറിച്ചാൽ മതിയല്ലോ എന്ന് ഇരിക്കുന്നവർ കെട്ടും. മറ്റോരോ വേറെ കൂട്ടർ കിട്ടും. അതായത് ഈ അലക്കാത്ത തോർത്തുമുണ്ടും ഈ അലക്കാന്റെ നീലം മുക്കാത്ത കുപ്പായൊക്കെയാണ് കാണുമ്പോഴത്തേന് ഞാൻ അവലാന്റെ ഔലിയാപ്പാപ്പി ആയിക്കോട്ടാണെന്ന് വിചാരിച്ചോട്ടെ, അപ്പൊ എനിക്ക് നല്ല കൈമടക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചോരും കിട്ടും. പുറത്തു പറയണ്ട. മറ്റൊന്ന് കൈമടക്ക് കിട്ടും. പക്ഷെ ആ കൈ മടക്കും ആര്? മാലിക്ക്. മനസ്സിലായില്ല? മാലിക്ക് ആ കൈ മടക്കും. അവസാന കൈ മടക്കൽ മാലിക്കാണ്. നിങ്ങൾ മാലിക്കിനെ കേട്ടിട്ടുണ്ടോ? മനസ്സിലായില്ല? നിങ്ങൾ പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾ മാലിക്കിനെ പറ്റി കേട്ടിട്ടുണ്ടോ? പാകിസ്ഥാന്റെ ക്രിക്കറ്റ് താരം മാലിക്കല്ല. നിങ്ങൾ വിചാരിക്കണ്ട, പാകിസ്ഥാന്റെ ക്രിക്കറ്റ് താരം മാലിക്കിനെ പറ്റിയല്ല ഞാൻ പറയുന്നത് ആരായ സയ്യിദ്ന മാലിക് അലൈഹിസ്സലാം. അങ്ങനെ ഒരു മാലിക്കുണ്ട്. മനസ്സിലായി? അവിടെ ഒരു മാലിക്കുണ്ട്. അതാണ് മാലിക്. മനസ്സിലായ? അതാണ് ഒറിജിനൽ മാലിക്. അയാളാണ് അവസാനം കൈമടക്കുക. ഈ നീലം മുക്കാത്ത കുപ്പായം ഇട്ടവൻ, ഈ അലക്കാത്ത തോർത്തുമുണ്ട് തോണ്ടി കെട്ടിയവൻ എന്തായിരുന്നു ലക്ഷ്യം? ചില ആളുകൾ ലക്ഷ്യം അല്ലാഹുവാണ്, അവർ സ്വർഗത്തിന് മേലെ തലയിലെത്തും. ചില ആളുകളോ ഇത് ഞാൻ ഔലിയാപ്പാപ്പി ആട്ടേന്ന് നാട്ടുകാർ വിചാരിക്കട്ടെ, അതൊരു ഉലൂഹിയത്താണ്, മേലെയാണ്. മുപ്പത് പേർക്കട്ടെ, മുപ്പത് പേർന്നാ ഉത്തരം കിട്ടും. കോലം കണ്ടില്ലേ എന്ന് ജനങ്ങൾ വിചാരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ കിട്ടിയത്. അപ്പൊ വലിയ കൈമടക്ക് കിട്ടും. അവസാനത്തെ കൈ ആര് മടക്കും? മാലിക് മടക്കും. അലൈഹിസ്സലാം. ഉറക്കെ പറ അലൈഹിസ്സലാം. നിങ്ങളൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്, നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങളിത് വിൽക്കാൻ നടക്കരുത്. അതുകൊണ്ട് അത് നിങ്ങളെ ചൂട്ടി പറയുന്നത്. ഈ ക്ലാസ് നിങ്ങൾക്കുള്ളതാണ്, ഇവർക്ക് രണ്ടാമതാണ്, ഒന്നാമത് നിങ്ങൾക്കാണ്. നിങ്ങളിത് വിൽക്കാൻ നടക്കരുത്. വിറ്റ വലിയ മാർക്കറ്റുള്ള കാലമാണ്. പണ്ട് മാർക്കറ്റിലായിരുന്നു, ഇപ്പൊ വമ്പൻ മാർക്കറ്റാണ് വിൽക്കുന്നവർക്ക്. ഇപ്പൊ ചെറുതൊന്നുമല്ല, വമ്പ മാർക്കറ്റാ. മാർക്കറ്റോട് മാർക്കറ്റാ. പണ്ട് കാലത്ത് വിൽക്കണവർക്ക് മാർക്കറ്റ് കുറവാ, വിൽക്കാനേ ഉള്ളൂ. പഴയ കാലത്ത് എങ്ങനെ? മനസ്സിലായോ പറഞ്ഞത്? ആ പഴയ കാലത്ത് മാർക്കറ്റ് പോലെയല്ല. ഇപ്പൊ മാർക്കറ്റ് ഉണ്ട്, പണ്ട് മാർക്കറ്റ് ഇല്ല. മെലിഞ്ഞു പോയ ഒരു വാഴക്കൊല വിൽക്കാൻ കൊണ്ടുപോയ ഒരുത്തന്റെ കട ഉണ്ട്. എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞ് ചിരിക്കും. അങ്ങനെയാണത് ഞാൻ പഠിച്ചത്. ഭയങ്കര രസകരമായ കഥയാണ്. ഒരുത്തൻ മെലിഞ്ഞു പോയ ഒരു വാഴക്കൊല വിൽക്കാൻ വേണ്ടി, ആകെ 3 നീർപ്പേ വിൽക്കാൻ വേണ്ടി കൊണ്ടുപോയി. മനസ്സിലായോ? അങ്ങനെ വിൽക്കാൻ വേണ്ടി കടയിലെത്തി. കടയില് തൂക്കി നോക്കുമ്പോൾ ആകെ 1,200 വാഴക്കൊല. അവിടെ ആട്ടെ തണ്ട് 2 കിലോ ഒഴിവാക്കണം. അപ്പൊ തൂക്കണോ പറഞ്ഞു. എന്ന് കൊല 1,200, 2 കിലോ. അപ്പോൾ മേശക്കിരിക്കണോ പറഞ്ഞു. അപ്പൊ 800 കമ്മിയാണല്ലോ, അത് ഞാൻ അടുത്ത തവണ തന്നാ മതി. ഇപ്പോൾ മനസ്സിലായത്? പുറത്തു പറഞ്ഞ മനസ്സിലായോ? ആകെ കൊല 1,200 ഉള്ളൂ. അവിടെ പീടിയിലൊരു നിയമമുണ്ട്. എന്ത്? തണ്ട് 2 കിലോ കീശു വേണം. അപ്പൊ തൂക്കണത് വേറൊരാളും ബില്ല് ചെയ്യുന്നത് വേറൊരാളുമാണ്. തൂക്കക്കാരൻ എന്ത് പറഞ്ഞേ? തൂക്കക്കാരൻ എന്ത് പറഞ്ഞാലും 2 കീവ് കൊല 1,200, 2 കീവ്. അപ്പൊ ഈ ബില്ല് ചെയ്തോ ബേജാറായി. ഇനിയിപ്പോ എന്താ കേട്ടാ? എമൗണ്ട് എവിടെ? ബാക്കി 800 നീ ഇപ്പൊ കൊലയ്ക്ക് തന്നെ ഇവിടെ അടച്ചിട്ടില്ല. തണ്ടിൽ തന്നെ എന്ത് കുറവാ? തണ്ടിൽ തന്നെ 800 കുറവാ. അതുകൊണ്ട് നീ അടുത്ത വാഴക്കൊല എടുക്കട്ടോ, പോയിക്കോർ. പൈസ കൊടുക്കണമെങ്കിൽ ഇത് സാധനം ബില്ല് കയറണ്ടേ? ബില്ല് കയറൂലല്ലോ, കാരണം തണ്ട് എത്ര പോണം? എന്താണ് ഉറങ്ങണത്? തണ്ട് എത്ര പോണം? 2 കിലോ പോണ്ടേ? ഇത് എത്രയേ ഉള്ളൂ? 1,200. ആ കൊല 1,200, 2 കിലോ. അപ്പൊ മറ്റോ പറഞ്ഞേ ഇവിടെ തണ്ടക്ക് എന്നെ ചടവാക്കിയിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ കൊലക്ക് പൈസ ഉണ്ടാവില്ല? അപ്പൊ 800 കാര്യത്തിലായി പിന്നെ വെച്ചാറ്. ഇനിയിപ്പോ 800 എന്താ ചെയ്യാ? അവസാന തീരുമാനത്തിലെത്തി. എന്ത്? അടുത്ത കൊല കൊണ്ടുവരുമ്പോ നമുക്ക് 800 പിടിക്കാം, പോയിക്കോ. പൈസ ഉണ്ടാവില്ല. എന്തുകൊണ്ട് പൈസ ഉണ്ടാവില്ല? അതിന് എന്തുകൊണ്ട്? തണ്ട് കീച്ചിട്ട് ബാക്കിയില്ല, എന്നെ പൈസ കൊടുക്കണ്ടുള്ളൂ. ഇവിടെ തണ്ടക്ക് എന്നെ ഉണ്ടായിട്ടില്ല. എന്താണ് മേപ്പെട്ട് നോക്കണത്? തല കൊടുക്കണം. തല എന്ന് പറഞ്ഞ മാമ തിന്നാനുള്ള ഉപകരണമല്ല.
മാമു മുണുങ്ങ അതിനല്ല പടച്ചോൻ തല തന്നത്. തല നല്ലതാണ്, തലയെക്കെട്ടും നല്ലതാണ്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ സാധനം വേണം. തലയെക്കെട്ടില്ലെങ്കിൽ തല ഉണ്ടായാൽ മതി. തല ഉണ്ടാക്കൽ സുന്നത്താണ്, പക്ഷെ തലയെക്കെട്ട് സുന്നത്താണ്, തല വാജിബാണ്. നമ്മളെ ചെട്ടണം. تلك الدار الآخرة نجعلها لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വീട് വെച്ചിട്ടുള്ളത് തിൽക ദാറുൽ ആഖിറ, ആഖിറം എന്ന വീട് നജഅലുഹാ നാം പണിത് വെച്ചിട്ടുള്ളത്. ഇങ്ങോട്ട് ലില്ലദീന ഒരു വിഭാഗം ആളുകൾക്കാണ്. ലാ യുരീദൂന ഉലൂവൻ, ഓത് കുട്ടികളെ, ലാ യുരീദൂന ഉലൂവൻ ഫിൽ അർളി, ഭൂമിയിൽ മേലെയാകാൻ അവർ കളിക്കുകയില്ല. എനിക്ക് മേലെയാകണം, ഞാൻ മേലെയാകണം, ഞാൻ മേലെയാവനാകണം, ഞാനാ നേതാവ്, അതിനവർ കളിക്കൂല. മുത്തഖീങ്ങൾക്ക് നല്ല മരണം ഉണ്ടാവും, അവർക്കാണ് നല്ല മരണം ഉണ്ടാവുക. اللهم اجعلنا من المتقين 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 اللهم اجعلنا من عبادك الصالحين. മുഅ്മിനീങ്ങളെ, ഞാൻ റിസാലയിൽ നിന്നാണ് വായിക്കുന്നത്. ബഹുമാനപ്പെട്ട റിസാലത്തുൽ ഖുശൈരിയയിൽ മഹാനായ ഇമാം ഖുശൈരി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നതിൽ നിന്ന് ഒരു സെന്റൻസ് മാത്രം വായിച്ച് ഞാൻ അതിനൊരു യാഥാസ്ഥ നൽകാം. നിങ്ങൾ ചിന്തിക്കണം. ഇത് അഹ്ലുസ് സുന്നയുടെ കിതാബുകളിൽ, തസൗഫിന്റെ കിതാബുകളിൽ ഏറ്റവും പ്രധാനമാണ്. അത് പറയാനുള്ള കാരണം എന്താണ്? ഇത് പറഞ്ഞു വന്നത് എവിടെയാ? സൂഫി എന്ന് പറഞ്ഞാൽ കരിമ്പടം ധരിക്കലല്ല. ബെൻസ് കാറിൽ പോയി സൂഫിയാകും, പക്ഷെ ബെൻസ് കാർ കിട്ടിയാലേ പോകൂ, അവിടെ സൂഫിയാവില്ല. ബെൻസ് കാർ കിട്ടി, പിറ്റേന്ന് 800 കിട്ടി, പിറ്റേന്ന് സൈക്കിള കിട്ടി, നടന്നു, ഒന്നും പ്രശ്നമില്ല. മനസ്സിലായോ? സൂഫിക്ക് വാജിബുണ്ടായത് ബെൻസുകാർക്കല്ലേ പോകുള്ളൂ. ബെൻസുകാരിലും പോകാം, സൈക്കിളിലും പോകാം, നടന്നു പോകും. പറഞ്ഞത് മനസ്സിലായോ? എന്താ സൂഫി? സൂഫി എന്നാ കരിമ്പടം ധരിക്കലല്ല. കള്ളന്മാരും കരിമ്പടം ധരിക്കും. മനസ്സിലായില്ലേ? ദുനിയാവിനെ തേടുന്ന കള്ളന്മാരും കരിമ്പടം ധരിക്കും. ഇത് വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. സൂഫി എന്നാൽ കരിമ്പടം ധരിക്കൽ അല്ല. പിന്നെ സൂഫി എന്നാൽ എന്താണ് സൂഫി? അലാമത്ത് സൂഫി സ്വാദിഖ്, സത്യസന്ധനായ സൂഫിയുടെ അടയാളം അയ്യഫ്തഖ്റ ബഅദൽ ഗിനാ, മുതലാളിയായാലും മുതലിന്റെ മേൽ അഹങ്കരിക്കാതിരിക്കൽ. എന്തുകൊണ്ട്? മുതലാളിയല്ലല്ലോ, ഓൻ ഫക്കീറല്ലേ. ആരുടെ ഫക്കീർ? അവനെ ഫക്കീർ. പിന്നെ ബാങ്കിലെ കേഷറാണ്. കേഷർ മുതലാളിയാണോ? ബാങ്കിലെ ക്യാഷർ മുതലാളിയാണോ? ഒരു ദിവസം 10 കോടി 100 കോടിയൊക്കെ കൊടുക്കും. റിസർവ് ബാങ്കിലെ ക്യാഷർക്കൊക്കെ എത്ര കോടി കൊടുക്കും ഒരു ദിവസം? ഇങ്ങനെ കൊടുക്കും. ഇയാൾ മുതലാളിയാണോ? അയാൾ മുതലാളിയാണോ? അല്ല. അയാൾക്ക് 30,000 റുപ്യ മാസത്തിൽ കിട്ടിയെങ്കിൽ കിട്ടും. അതുകൊണ്ടാണ് ഒപ്പിച്ചു പോകും. കറണ്ട് ബില്ലും മീനും ഇറച്ചിയും കൂടിയൊക്കെ കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. എന്നാൽ ദിവസം തന്നെ 10 കോടി 100 കോടി കൊടുക്കും. ഇതന്നെ മുതലാളി. മുതലാളിക്ക് അല്ലാഹു തആല ഈ ലോകത്ത് നന്മയാണ് ഏൽപ്പിച്ചതായി മുതൽ. അതിൽ അയാൾ ആഗ്രഹിക്കില്ല. അയാൾ എപ്പോഴും ഫക്കീറായിരിക്കും. ആരിലേക്ക്? അല്ലാഹുവിലേക്ക്. മുതലാളിയല്ലേ, അയാൾ കാണിക്കൂല. പിന്നെ ആരാ സൂഫി? ഇന്നലെ നോക്കണ്ട്. യോഗ്യനായിട്ടും അയാൾ അയോഗ്യതയിലാക്കും. യോഗ്യനാണെങ്കിലും അയാളെ അയോഗ്യനാക്കും. ഞങ്ങളോട് പറഞ്ഞു ബാപ്പക്ക് തങ്ങൾക്കും പൂക്കോയത്തങ്ങളെയും എതിരെ കഴിഞ്ഞ ക്ലാസ്സിലാ പറഞ്ഞു. എന്റെ ഓർമ്മ കഴിഞ്ഞ ക്ലാസ് തന്നെ ബാപ്പക്ക് തങ്ങളെയും പൂക്കോയത്തങ്ങളെയും ഒരു വിഭാഗം ആളുകൾ നിശിതമായി വിമർശിച്ചു, പ്രസംഗിച്ചു. അപ്പോൾ അതിനെതിരെ മറുപടി പറയാൻ മുസ്ലിം ഉമ്മത്ത് തീരുമാനിച്ചു. അത് രാഷ്ട്രീയ പ്രശ്നമല്ല, അവർ മുസ്ലിം ഉമ്മത്തിന് ആത്മീയ നേതാക്കളാണ്. അങ്ങനെ ആ പ്രദേശത്ത് വലിയൊരു സമ്മേളനം സംഘടിപ്പിച്ചു. ഇവർ രണ്ടാലും വിളിച്ചില്ല. കാരണം അവരെ ചീത്ത പറഞ്ഞതിന് മറുപടി പറയാൻ അവരെ വിളിക്കണ്ട, അവരൊഴിവാക്കി. മുസ്ലിം ഉമ്മത്ത് മറുപടി പറയാൻ തീരുമാനിച്ചു. എല്ലാവരും ഉണ്ട്, CH അടക്കം എല്ലാവരും. പ്രാർത്ഥന കഴിഞ്ഞു. പ്രസംഗം തുടങ്ങാനായപ്പോൾ ഇതാ വായയുടെ പകുതിയും മൂടിക്കെട്ടിയ ഒരു മനുഷ്യൻ നേരെ സ്റ്റേജിൽ കയറി വന്നു. വിളിക്കാൻ നിന്നില്ല, നേരെ മൈക്കയുടെ അടുത്ത് പോയി മൈക്കട് പിടിച്ച് മുഖത്തെ മൂടിക്കെട്ടിൽ ഒഴിവാക്കിയപ്പോൾ വാഫകടങ്ങൾ എന്താ പറഞ്ഞേ? അരിക്കച്ചോളക്കാരൻ അബ്ദുറഹ്മാനെ വിമർശിച്ചതിനെതിരെ മറുപടി പറയാൻ സ്റ്റേജ് കെട്ടരുത്.
അരിക്കച്ചവടക്കാരൻ അബ്ദുറഹ്മാൻ ആർക്കും വിമർശിക്കാം. എനിക്ക് റങ്കൂണിൽ കുറെ കച്ചവടമായിരുന്നു ആദ്യം, പിന്നെ കൊയിലാണ്ടി ആയിരുന്നു, ഇപ്പൊ കോഴിക്കോടാണ്. ഞാൻ അരിക്കച്ചവടക്കാരൻ അബ്ദുറഹ്മാനാ. അരിക്കച്ചവടക്കാരൻ അബ്ദുറഹ്മാനെ വിമർശിച്ചാൽ മറുപടി പറയാൻ സ്റ്റേജ് കെട്ടരുത്. പിന്നെ എന്റെ നേരത്തെ കാലത്തെ ഈ സ്റ്റേജ് കെട്ടരുത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? അത് പറയാതിരിക്കാൻ കാരണമുണ്ട്. ഇത് അബ്ദുറഹ്മാനെ വിമർശിച്ചവർക്ക് മറുപടി പറയുന്ന സ്റ്റേജ് അല്ല, ഞാൻ സമ്മതിക്കൂല. എന്റെ പൂക്കോയ കുട്ടിനെ മറുപടി പറഞ്ഞ ആരെങ്കിലും നിസ്സാരപ്പെടുത്തിയാൽ അള്ളാഹു പൊറുക്കൂല കേട്ടോ. എന്റെ പൂക്കോയ കുട്ടിനെ ഒരാൾ വിമർശിക്കരുത്. എന്റെ പൂക്കോയനെ ഒരാൾ വിമർശിച്ച അള്ളാഹു പൊറുക്കൂലട്ടാ. ഇന്നോ ഞാൻ അബ്ദുറഹ്മാൻ അരിക്കച്ചവടക്കാരൻ. ഇവിടുന്നടാ നമ്മൾ പോരുന്നത്. അവർക്ക് മേൽമത്തിന് ആഗ്രഹമില്ല. മനസ്സിലായില്ലേ? അതാ സൂഫി. കോഴിക്കോട്ടെ വലിയ മൊലാളിയാണ്, പക്ഷെ ആളാരാ? ഏറ്റവും വലിയ കച്ചവടക്കാരനാ, ഫക്കീറാ. കച്ചവടക്കാരനാ, ഫക്കീറാ. മനസ്സിലായോ? ചിന്തിക്കണം. അവർ തൊഴിലെടുത്തിട്ട് ആ മക്കൾ കുടുംബം ജീവിക്കണം. പിന്നെ കോഴിക്കോട്ടെ വലിയ എന്നുണ്ടാക്കിയില്ല സൂഫിയ. കാരണം ഞാൻ ആരാ? ഖനിയാകുമ്പോഴും ഫക്കീറാ. എനിക്കുള്ള എൻ്റെ റബ്ബ് തന്നത് തെർബിയത്തുണ്ടാക്കാൻ വേണ്ടി ആളുകൾ പിരിവ് നിന്നപ്പോൾ അപ്പോൾ അതൊക്കെ കൊടുത്ത് 6000 രൂപ കൊടുത്ത്. അന്ന് ഇന്ത്യയിൽ ഒരു പവൻ സ്വർണത്തിന് 10 രൂപ. അന്ന് ഇന്ത്യയിൽ 1936 അന്ന് ഇന്ത്യയിൽ ഒരു പവൻ സ്വർണത്തിന് 10 രൂപ. മനസ്സിലായോ? 6000 രൂപ കൊടുത്ത് 600 പവൻ സ്വർണത്തിന് പൈസ കൊടുത്ത്. സൂഫി ആരാ? സൂഫി ആരാണ്? സൂഫി ഖനിയാണെങ്കിലും ഫക്കീറാണ്. സൂഫി അസീസ് ആണെങ്കിലും ദലീലാണ്. അവന്റെ നഫ്സിനെ ദലീലായിട്ടേ കാണുള്ളൂ, ആലിയായി കാണൂല. അതാ പറഞ്ഞത്. എന്ത്? അതാ സൂഫി. അതാണ് എന്ത്? ഇന്നെ വിമർശിച്ചവർക്ക് മറുപടി പറയാൻ സ്റ്റേജ് കെട്ടരുത്. എന്റെ പൂക്കോയ കുട്ടിനെ വിമർശിച്ച വെറുതെ വിടരുത്. എനിക്കിവിടെ മറുപടി ആരും പറയാൻ പാടില്ല. ഞാൻ അരിക്കച്ചവടക്കാൻ തന്നെ ആർക്കും വിമർശിക്കാം. പക്ഷെ പൂക്കോയ അങ്ങനെയല്ല. എന്റെ പൂക്കോയ കുട്ടിനെ വിമർശിച്ചാൽ അള്ളാഹു പൊറുക്കൂലട്ടോ. ആര് പറഞ്ഞേ? പറയണ തങ്ങൾ. അള്ളാഹു ദർജേറ്റി കൊടുക്കട്ടെ, അള്ളാഹു ദർജേറ്റി കൊടുക്കട്ടെ. പിന്നെന്താ? പിന്നെ പ്രസിദ്ധനാണെങ്കിലും ഒളിക്കാൻ നോക്കും. പ്രസിദ്ധനാണെങ്കിലും ഒളിക്കാൻ നോക്കും. ഒരാൾ സൂഫിയാണെങ്കിൽ അയാൾക്ക് 3 പ്രത്യേകതകൾ ഉണ്ടാവും. ഒന്ന്, അയാൾ ഖനിയാണെങ്കിലും ഫക്കീറാക്കാൻ നോക്കും. മനസ്സിലായില്ലേ? അയാൾ അസീസ് ആണെങ്കിലും ദലീലാകാൻ ശ്രമിക്കും. അയാൾ മഷൂറാണെങ്കിൽ പോലും മഖ്ഫിയായി നടക്കും. പ്രസിദ്ധനാണെങ്കിലും ഒളിക്കാൻ നോക്കും. ഇതാണ് ആര്? യഥാർത്ഥം. എന്തുകൊണ്ട്? ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അല്ലാഹു മുത്തഖീൻ പെടുത്തട്ടെ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് على النبي صلى الله لا إله إلا الله حسبي ربي جل الله على النبي صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله على النبي صلى الله لا إله إلا الله 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 عليه توكلوا الله 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 അലൈഹി തവക്കലൂ. അപ്പോൾ സ്വാദിഖായ സൂഫിയുടെ അടയാളം 3 എണ്ണമാണ്. അയാൾ ഖനിയാണെങ്കിലും ഫക്കീറാണ്, അയാൾ അസീസ് ആണെങ്കിലും ദലീലാണ്, അയാൾ മഷൂറാണെങ്കിലും മഖ്ഫിയാണ്. മനസ്സിലായില്ലേ? സമ്പത്ത് അയാൾക്ക് കളിക്കാൻ വേണ്ടിയായി കണക്കാക്കുകയില്ല. 2, അയാൾ വലിയ പ്രതാപിയായ യോഗ്യനാണെങ്കിലും അയാളെ യോഗ്യനായി കണക്കാക്കുകയില്ല. 2, അയാൾ പ്രസിദ്ധനാണെങ്കിലും പ്രസിദ്ധനായാകാൻ ആഗ്രഹിക്കുകയില്ല, ഒളിച്ചു ജീവിക്കും. മനസ്സിലായോ? ഇതാണ് അതാ അലാമത്ത് സൂഫി അസ്വാദിഖ്. സത്യസന്ധനായ സൂഫിയുടെ അടയാളം രാവും പകലും ദിക്റല്ലല്ല. ഇത് 3 എണ്ണമാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഖുശൈരി റഹ്മത്തുള്ളാഹി അലൈഹി ലോക പ്രശസ്ത തസവ്വുഫിന്റെ കിതാബായ റിസാലത്തുൽ ഖുശൈരിയിൽ രേഖപ്പെടുത്തിയതിൽ നിന്നാണ് ഞാൻ വായിച്ചത്. അല്ലാഹു നമുക്ക് നാഫിഅ ഇൽമിനെ തരട്ടെ. അല്ലാഹുവിനെ പിടിച്ചോളി, അല്ലാഹുവിനെ പേടിക്കുക, അല്ലാഹുവിനെ ഭയപ്പെടുക, അല്ലാഹുവിന് വേണ്ടി പ്രവർത്തിക്കുക. അല്ലാഹുവിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ ശുദ്ധീകരിക്കാൻ പ്രവർത്തിക്കില്ല. ഞാൻ നന്നാവണം, എൻ്റെ സമൂഹം നന്നാവണം,
ഞാൻ മേലെയാകാൻ ആഗ്രഹിക്കരുത്. എനിക്ക് ശേഷം ഇവിടെ വലുതുണ്ട് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകം കണ്ട മഹാനല്ലേ, ഇനി അതിന് വലിയ ആളുണ്ടാ? അല്ലാഹുവിന്റെ ഖൽഖിന്റെ സയ്യിദ് മുത്ത് നബി അല്ലേ, ഹബീബായ നബി വഫാത്തായി സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ ഞാൻ നിങ്ങൾ ആ ഒരു സിദ്ദീഖുലൊക്കെ വഫാത്തായി, വഫാത്തായി, സ്വഹാബത്തൊക്കെ വഫാത്തായി, താബിഈൻ വഫാത്തായി. കാലം അനുസ്യൂതമായി വീണ്ടും മുന്നോട്ട് പോകും. ഞാനില്ലെങ്കിലും കാര്യം നടക്കും, ഇല്ലെങ്കിലും കാര്യം നടക്കും. മനസ്സിലായോ പറഞ്ഞത്? ഞാൻ കുളിച്ചിട്ടില്ലെങ്കിലും പുഴ ഒഴുകി പോവും. എനിക്ക് പുഴയിൽ നിന്ന് എന്റെ സമാനിൽ എന്റെ ദേഹം ശുദ്ധീകരിക്കേണ്ട ബാധ്യതയുള്ളൂ. മനസ്സിലായില്ലേ? ഞാനിവിടുന്ന് ഇല്ലാതെ ആയാൽ പിന്നെ ഈ പുഴയിൽ ആര് കുളിക്കും എന്ന് വിചാരിക്കണ്ട. പുഴ ഉണ്ടെങ്കിൽ കുളിക്കാൻ ആള് വരും. വല്യമ്മ പറയും, പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി വയനാട്ടിൽ നിന്നും വരും. വല്യമ്മാന്റെ ഒരു പ്രയോഗം, പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി വയനാട്ടിൽ നിന്നും വരും. പക്ഷെ പത്തായത്തിൽ നെല്ല് വേണം. പത്തായത്തിൽ നെല്ല് ഞാനല്ലെങ്കിൽ പിന്നെ ആര് തിന്നു വിചാരിക്കണ്ട. ഈ നെല്ല് കൊയ്ത് കറ്റ കെട്ടി അന്ന് മുതൽ അന്ന് ഈ മരിച്ചു. പിന്നെ കുറച്ച് എൻ്റെ അടിയന്തരത്തിനെടുക്കും. നിനക്കുന്നാനല്ലേ നെല്ല്. മനസ്സിലായില്ലേ? തിൽക്കദ്ദാറുൽ ആഖിറ നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ വലാ ആഖിബത്തു ലിൽ മുത്തഖീൻ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് على النبي صلى الله لا إله إلا الله. الفاتحة.